പേജ് നമ്പർ 33 തേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഹോംവർക്ക് ആയിരുന്നു അല്ലേ? അപ്പൊ ഹോംവർക്കിന്റെ ആൻസർ മിസ് ഇവിടെ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ നോട്ട്സ് കറക്റ്റ്, കുറച്ച് പേരെ നോട്ട്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നോട്ട്സ് ഇനി സെൻഡ് ചെയ്യാത്തവരെ ഞാൻ അവർക്കുള്ള പണിഷ്മെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് സെൻഡ് ചെയ്യാത്തവർക്ക് കേട്ടോ. അപ്പൊ അതില് നോട്ട് അയച്ചവരെ ആൻസേഴ്സ് ഒക്കെ ഞാൻ കണ്ടു. മിസ് ഒന്നുകൊണ്ടും ചെയ്യാണ്. ഒന്നുകൂടി നോക്കാം കേട്ടോ. എന്തായാലും നമ്മളെ ക്വസ്റ്റ്യൻ, there are some cans each containing 5 liters of milk. കുറച്ച് ക്യാനുകൾ ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും 5 liters of milk ആയിരുന്നു കൊണ്ടിരുന്നത്. The milk in each vessel is used to fill 6 identical bottles. അപ്പൊ ഈ മിൽക്ക് എന്ന് പറയുന്നത് 6 ബോട്ടിലുകളിലായിരുന്നു മിൽക്ക് നിറച്ചിരുന്നത്. അപ്പൊ എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? എന്താണ് ഫസ്റ്റത്തത്? ഹൗ മച്ച് മിൽക്ക് ഈസ് ദർ ഇൻ ഈച്ച് ബോട്ടിൽ? ഓരോ കുപ്പികളിലും എത്ര പാലുണ്ട് എന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് നമ്മൾ എന്താ കണ്ടത്? 5 ലിറ്ററിന്റെ 1/6 5 into 1/6 അല്ലേ കണ്ടത്? ടോട്ടൽ 5 ലിറ്റർ ആണ്. ടോട്ടൽ 5 ലിറ്റർ ആണ്. ഒരു കുപ്പിയിൽ എത്രയാണ്? 1/6 ആണ്. അപ്പൊ 5/6 ലിറ്റർ ആണ് ആദ്യത്തെ ആൻസർ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് മിൽക്ക് ഇൻ 3 such ബോട്ടിൽ? ഇതുപോലെ 3 ബോട്ടിലുകൾ എത്രയാണെന്ന്. അപ്പൊ ഒരെണ്ണത്തില് 5/6 ആണ് വെച്ചെങ്കില് 3 എണ്ണത്തിൽ എത്ര ആയിരിക്കും? 5/6 into 3 അല്ലേ? ഒരു ബോട്ടില് 5/6 ലിറ്റർ ആണ് വെച്ചെങ്കില് 3 ബോട്ടില് 5/6 into 3. എന്താണ് 5/6 into 3? 15/6 ആണ് അല്ലേ? 15/6. ആ, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15 divided by 6 12 3. എന്താ കിട്ടുക? ആൻസർ 2 3/6. 2 3/6 ആണ് ആൻസർ. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ 12 ബോട്ടിൽ. ഇപ്പൊ 3 ബോട്ടിൽ എത്രയാണ്? 12 ബോട്ടിൽ എത്രയാണ്? അപ്പൊ 5/6 into 12 അല്ലേ? എന്താണ് 5/6 into 12? എന്താണ്? 16/6. മിസ് സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നോ? ചെയ്തിട്ടുണ്ടല്ലോ. 16/6. യെസ്, 60. 12 into 5 എന്താണ്? 60. 60/6 ആണ്. 60/6 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 10 അല്ലേ കിട്ടുക? അതെ. അപ്പൊ 10 ലിറ്റർ ആണ് ലാസ്റ്റത്തെ ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. പാർട്ട് ഓഫ് പാർട്ട്. കണ്ടോ? എന്താണ് പാർട്ട് ഓഫ് പാർട്ടിൽ പറയുന്നത്? സുഹറ ഹാസ് എ 1 meter ലോങ് സിൽക്ക് റിബൺ. 1 മീറ്റർ നീളമുള്ള ഒരു സിൽക്ക് റിബൺ ആരുടെ കയ്യിലുണ്ട്? സുഹറയുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് 1 മീറ്റർ നീളമുള്ള സിൽക്ക് റിബൺ. ഷീ ഗേവ് ഹാഫ് ഓഫ് ഇറ്റ് ടു സൗമ്യ. സൗമ്യ എന്ന് പറയുന്ന കുട്ടിക്ക് ഹാഫ് സുഹറ കൊടുത്തു. ഷീ ഇൻ ടേൺ ഗേവ് ഹാഫ് ഓഫ് ദിസ് ടു റീന. പിന്നെ ഇത്ര സൗമ്യക്ക് കൊടുത്തു, ഹാഫ് ഭാഗം. ബാക്കി സുഹറയുടെ കയ്യിൽ എത്ര ഉണ്ടാവുക? ഇത്രയും പോർഷൻ ഉണ്ടാവും അല്ലെ? ഒരു ഹാഫും കൂടി ഉണ്ടാവും ഇല്ലേ? ബാക്കി സുഹറയുടെ കയ്യിലുള്ള പോർഷനാണ് ഈ ഹാഫ്. ആ ഹാഫിൽ നിന്ന് സുഹറ പകുതി, അതിന്റെ പകുതി റീനയ്ക്ക് കൊടുത്തു. അപ്പൊ ഇതിന്റെ പകുതി റീനയ്ക്ക് കൊടുത്തു. അപ്പൊ ബാക്കി സുഹറയുടെ കയ്യിലുള്ള എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ സുഹറയുടെ കയ്യില്? അതായത് 1ന്റെ ഹാഫ് ഭാഗം സൗമ്യക്ക് കൊടുത്തു. ബാക്കി ഹാഫാണ് ഇത് ഉണ്ടാവുക അല്ലെ? ഈ ഹാഫിന് 2 ആക്കുമ്പോ എന്താണ്?
1/4 അല്ലേ? ഹാഫ് രണ്ട് 1/4 അല്ലേ ഹാഫ്? ആ 1/4 രണ്ട് കാൽ ഭാഗത്തിന് ഒരു കാൽ റീനയ്ക്ക് കൊടുത്തു. ബാക്കി ഉണ്ടാവുന്ന എത്രയാണ്? 1/4 ആണല്ലേ? വീട്ടില് സംസാരിക്കുന്നതുണ്ടെങ്കിൽ മ്യൂട്ട് ആക്കും കേട്ടോ. ക്ലാസ് ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ ഇപ്പൊ സുഹറയ്ക്ക് ബാക്കിയുള്ള റിബണിന്റെ പോർഷൻ എന്ന് പറയുന്നത് 1/4 മീറ്റർ ആണ്. ഓക്കെ, നമുക്കിത് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ, ഇതിപ്പോ നമുക്ക് ചെറിയൊരു നമ്പറായി 1 മീറ്റർ ആയതാണ് നമുക്ക് മനസ്സിലായി. ഇനി ഫ്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഭാഗത്തിൽ നോക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നോക്കാം. 1 മീറ്ററിന്റെ ഹാഫ് എങ്ങനെ കിട്ടിയത് നമുക്ക്? 1 × 1/2. എന്താ 1 × 1/2 എന്താ? എന്താണ് 1 × 1/2? 1/2. അതെ, 1/2 തന്നെയാണ്. ഒന്നിന്റെ 1/2 എന്ന് പറയുന്നത് എന്താ? 1/2 തന്നെയാണ്. മനസ്സിലായോ? ഇനി അടുത്ത നമുക്ക് എന്താ കാണേണ്ടത്? 1/2ന്റെ 1/2 അല്ലെ? കാരണം ഈ 1/2ന്റെ പകുതി 1/2ന്റെ 1/2 പകുതിയുടെ പകുതി എത്രയാണ്? 1/2 × 1/2. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ, അതെ, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 1 × 1 1. പിന്നെ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 2 × 2 4. ഓക്കെ, പകുതിയുടെ പകുതി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 1/2 1/4 ഒക്കെ കിട്ടിയത്. മനസ്സിലായോ? ഇതുപോലെ മിസ് ചോദിക്കട്ടെ, 1 മീറ്റർ കേട്ടോ. 1 മീറ്ററിന് 3 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോ പീസ് എത്രയായിരിക്കും? 1 മീറ്ററിനെ 3 ഈക്വൽ പീസ് ആക്കുമ്പോ ഒരു ഭാഗം എത്രയായിരിക്കും? 2/4. 1/3. 1/3. അതെ, അതായത് 1 × 1/3 എന്താണ്? 1/3 ആണ് അല്ലേ? 1/3. അപ്പൊ ഒരു പീസ്, അതെ, ഒരു പീസ് എന്ന് പറയുന്നത് 1/3 ആണ്. ഓക്കെ Okay. ഓക്കെ. Okay. ഇനി അടുത്ത് നോക്കൂ. Okay. 1/3യുടെ ഹാഫ് എന്താ? അങ്ങനെ കാണുക. വാട്ട് ഈസ് ദ ഹാഫ് ഓഫ് 1/3? 1/3 × 1/2 അല്ല. 1/3യുടെ ഹാഫ് കാണണമെന്നുണ്ടെങ്കിൽ 1/3 × 1/6 കാണണം. ഓക്കെ, 1/3 × 1/2 ആണല്ലോ മിസ്സേ. 1/3 × 1/2 എന്താണ്? 1/6. അതെ, 1/6. 1/6. യെസ്, 1/6. ഓക്കെ, Okay. ചോദിക്കട്ടെ, 1/4ന്റെ ഹാഫ് 1/4 ഓഫ് 1/3. ഇങ്ങനെയാവും ക്വസ്റ്റ്യൻ വരിക. 1/4 ഓഫ് 1/3. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 1/4 ഓഫ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 × 1/3. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 1/12. അതെ, 1/12. 1/12. ന്യൂമറേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ഉം ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം. ഓക്കെ, Okay. Okay. ഓക്കെ. മിസ്സേ ഒന്നുകൂടി പറയോ? ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 1/6 ഓഫ് 1/4. 1/6ന്റെ 1/4 ഭാഗം. അപ്പൊ എത്രയാണ്? ഈ 1/6 ഓഫ് 1/4 വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ആൻസർ 1/6 × 1/4. എന്താണ് ഇതിന്റെ ആൻസർ വരിക? 1/24. അതെ, 1/24.
മനസ്സിലായോ? Yes, മനസ്സിലായി. മനസ്സിലായി. ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? No doubt. No. ഇനി പേജ് നമ്പർ 35 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. A string of length 1 meter is cut into 5 equal parts. 1 meter ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് 5 ഈക്വൽ പാർട്ട് ആക്കി. 1, 2, 3, 4, 5. 5 ഈക്വൽ പാർട്ട് ആക്കി. What is the Miss length ഒന്ന് of? പറഞ്ഞുതരുമോ? അതന്നെ എസ്ട്രിങ്ങിന്റെ അജ്മ പറഞ്ഞുതരുമോ? മിസ് പറയണുള്ളൂ. A string of length 1 meter is cut into 5 equal parts. 1 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് 5 ഈക്വൽ പാർട്ടാക്കി. What is the length of half of one such piece? ഒരു പീസിന്റെ ഹാഫ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? ഒരു പീസിന്റെ ഹാഫ്, അതായത് ഈ പീസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഹാഫ് പോർഷൻ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു മീറ്റർ വെയിറ്റ് മിസ് ആദ്യം പറയട്ടെ. ഒരു മീറ്ററിന്റെ എത്ര ഭാഗമാണ് ഇത്? മിസ് ഇപ്പൊ വരച്ചിട്ടുള്ള ഈ സാധനം കാണണം, വേണ്ടേ? ഇത് എത്ര പോർഷൻ ആക്കിയിട്ടുണ്ട്? 1, 2, 3, 4, 5. 5 പറയട്ടടോ. 5 പോർഷൻ ആക്കിയിട്ടുണ്ട്. 5 പോർഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പോർഷൻ എത്രയായിരിക്കും? എപ്പോഴും 1/5 ആയിരിക്കും, അല്ലേ? 5 ഈക്വൽ പോർഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പോർഷന് 1/5 ആയിരിക്കും. അപ്പൊ 1/5ന്റെ ഹാഫ് ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? നമുക്ക് കാണേണ്ടത് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള, മിസ് ഇപ്പൊ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗമാണ് കാണേണ്ടത്, ഹാഫ് പോർഷൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 1/5 ഇൻറ്റു 1/2. 1/5ന്റെ ഹാഫ് ഇങ്ങനെയല്ലേ കാണുക? എന്താണ് 1/5 ഇൻറ്റു 1/2? 1/10 ആണ് ആൻസർ ചെയ്ത്. ഓക്കെ, മീറ്റർ എന്ന് എഴുതണം കേട്ടോ. Okay. 1/10 മീറ്റർ എന്ന് വെച്ചാൽ എത്ര സെന്റിമീറ്റർ ആണ്? അറിയോ? ഇല്ല. ഒരു മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണോ മിസ്സേ? 100 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ ആണ് മിസ് പറഞ്ഞത്. സ്റ്റെപ്പ് പറഞ്ഞ കേട്ടോ. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്, അല്ലേ? അപ്പൊ 1/10 മീറ്റർ എങ്ങനെ സെന്റിമീറ്ററിലാക്കാം? 1/10 ഇൻറ്റു 100 ചെയ്താ പോരെ? 1/10നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ. എന്താ ചെയ്യാ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് കിട്ടും? 100 ഡിവൈഡഡ് ബൈ 10. 100ൽ എത്ര 10 ഉണ്ട്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്റിമീറ്ററിലോട്ട് ആക്കുമ്പോ 10 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഒന്നുമില്ല, നമുക്ക് കിട്ടിയ ആൻസർ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആയതുകൊണ്ടാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പൊ മിസ് ചോദിക്കട്ടെ, 1/20 ആയിരുന്നെങ്കിൽ, 1/20 മീറ്റർ ആയിരുന്നെങ്കിൽ ഇത് എങ്ങനെ സെന്റിമീറ്ററിലോട്ടാക്കും? 1/20നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സെന്റിമീറ്ററിലാക്കാൻ. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 20. 100ൽ എത്ര 20 ഉണ്ട്? 20. അതെ, 5 അല്ല, 5 സെന്റിമീറ്റർ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. ഓക്കെ. മനസ്സിലായി. ഇനി അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1 liter of milk fills 2 identical bottles. 1 ലിറ്റർ മിൽക്ക് 2 ഒരേപോലത്തെ കുപ്പികളിലാക്കി. അപ്പൊ 1 ലിറ്റർ മിൽക്ക് 2 ഒരേപോലത്തെ കുപ്പികളിലാക്കി കഴിഞ്ഞാൽ അതിലൊരു കുപ്പി എത്ര ആയിരിക്കും?
1/2. 1/2. ഹാഫ് 1/2. ആണ്. കറക്റ്റ് ഹാഫ് ആയിരിക്കും അല്ലെ? ആ നിക്കട്ടോ, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. എ ക്വാർട്ടർ ഓഫ് മിൽക്ക് ഇൻ 1 liter of milk fills into 2 identical bottles. 1 ലിറ്റർ മിൽക്ക് 2 ഒരേപോലത്തെ ബോട്ടിലുകളിൽ ആക്കി. A quarter of the milk in 1 bottle is used to make a cup of tea. 1 ലിറ്റർ മിൽക്കാണ് ഉണ്ടായിരുന്നത്, അത് 2 ബോട്ടിലുകളിലാക്കി നിറച്ചു. ഇതിൽ ഒരു ബോട്ടിലിലത്തെ ക്വാർട്ടർ ഭാഗം ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. ക്വാർട്ടർ ഭാഗം. How much milk was used to make tea? How many milliliters? അപ്പൊ നമ്മൾ ഈ ഉപയോഗിച്ച ഷെയ്ഡ് ചെയ്ത ഭാഗല്ലേ ക്വാർട്ടർ, അത് എത്ര ഉണ്ട്, ആ പാൽ എത്രയുണ്ട്, ആ മിൽക്ക് എത്ര ഉണ്ട് എന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ടോട്ടൽ എത്ര മിൽക്ക് ഉണ്ട്? 1 ലിറ്റർ മിൽക്ക് ഉണ്ട് അല്ലെ? 1 ലിറ്റർ മിൽക്കിനെ 2 ഈക്വൽ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം, ഒരു ബോട്ടിൽ എത്ര ഭാഗം ഉണ്ടാവും? 1/2 പോർഷൻ അല്ലേ ഉണ്ടാവുക അല്ലേ? Yes. 1/2 ലിറ്റർ അല്ലേ ഒരു കുപ്പിയിൽ ഉണ്ടാവുക? ഒന്നില് 1/2 ലിറ്റർ, Yes. ഒന്നില് 1/2 ലിറ്റർ, മറ്റൊരു 1/2 ലിറ്റർ. ഇനി 1/2 ലിറ്ററിന്റെ 1/4 ഭാഗം ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ? ഒരു കുപ്പിയില് 1/4 പോർഷന് ഒരു കപ്പ് ടീ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുപ്പി എന്ന് പറയുന്നത് 1/2 ലിറ്റർ ആണ്. 1/2 ലിറ്ററിന്റെ 1/4 പോർഷന് ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. അപ്പൊ എന്താ 1/2 × 1/4 എന്താ? 1/8. 1/8. 1/8 ലിറ്റർ ആണ്. 1/8 ലിറ്റർ ആണ് ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, Yes. അത് മില്ലിമീറ്റർ. അതെ മില്ലിമീറ്റർ ഇങ്ങനെ ആക്കാം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാ? 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. അപ്പൊ നമ്മൾ എന്താ ഇവിടെ വേണ്ടത്? നമുക്ക് കിട്ടിയ ആൻസർ ഇൻറ്റു 1000 ആണ് ചെയ്യേണ്ടത്. അതായത് 1000 ഡിവൈഡഡ് ബൈ 8. എന്താണ് 1000 ഡിവൈഡ് ബൈ 8? 1000. 10ല് ഒരു 8 ഉണ്ട് അല്ലെ? 8 ഇട്ടതിന്റെ ബാലൻസ് ഇവിടെ എന്തായാലും 2. ഒരു 0 ഇറക്കി വരുമ്പോൾ ഇവിടെ 20. 20ൽ എത്ര 8 ഉണ്ട്? 2 എണ്ണം, 16. ബാലൻസ് ഇവിടെ 4 വരും. ഈ ലാസ്റ്റത്തെ 0 ഇറക്കിയിട്ട് ഇവിടെ 40. 40ൽ എത്ര 8 ആ? 5. 125 മില്ലി ലിറ്റർ ആണ്. Yes. ഓക്കെ മനസ്സിലായി. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 1 കിലോഗ്രാം യാം. 1 കിലോഗ്രാം യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനാണ് കേട്ടോ, ചേന. 1 കിലോഗ്രാം യാം ഈസ് കട്ട് ഇൻടു 3 ഈക്വൽ പീസസ്. 1 കിലോ ചേന 3 ഈക്വൽ പീസാക്കി. ഇതൊരു ചേന വിചാരിക്കുക. മൂന്ന് ഈക്വൽ പീസാക്കി. 1 ഓഫ് പീസസ് ഈസ് ഹാഫ്ഡ്. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിലത്തെ ഒരു ഭാഗത്തിന്റെ പകുതിയാക്കി, ഒരു ഭാഗത്തിന് പകുതിയാക്കി. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് പീസ്? ആ പകുതി പോർഷൻ എത്രയെന്ന് മീൻസ് ഇപ്പൊ ഷെയ്ഡ് ചെയ്ത പോർഷൻ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 1 കിലോ ചേന 3 പീസ് ആക്കി കഴിഞ്ഞാൽ അതിൽ ഒരു പീസ് എത്ര ഉണ്ടാവും? 1/3. അതെ, 1/3. ഒരു പീസ് 1/3 ആണ്. 1/3. അതെ, 1/3. അതെ, ഈ 1/3യുടെ ഹാഫ് ആണ് നമ്മളോട് ചോദിച്ചിട്ടത് അല്ലെ? ഇത് 1/3 ആണ്. 1/3യുടെ ഹാഫ് 1/9 അല്ല, 1/3യുടെ ഹാഫ് എത്രയാണ്? 1/6. വെരി ഗുഡ്, 1/6. 1/6 കിലോ. അതെ, 1/6 കിലോഗ്രാം. ഓക്കെ, Okay. ഫോർത്ത് വൺ നോക്കൂ. ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. ഒരു ക്ലാസ്സില് പകുതി കുട്ടികളും ഗേൾസ് ആണ്. എ തേർഡ് ഓഫ്
a third of them are in the max club. അപ്പം ആ പകുതി ഗേൾസിലുണ്ടല്ലോ, പകുതി ഗേൾസിലത്തെ 1/3 ഭാഗം കുട്ടികള് മാത്സ് ക്ലബിലുണ്ട്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ക്ലാസ് ആർ ദേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്സ് ക്ലബിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ്, എത്ര ഫ്രാക്ഷൻ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്, എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന്. അപ്പൊ എന്താണ്, ഗേൾസ് എത്ര ഉണ്ട് ഒരു ക്ലാസ്സിൽ, എത്ര ഭാഗമുണ്ട് ഗേൾസ്? 1/2. അതെ, ഹാഫ്, പകുതി കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിന്റെ ഹാഫ് ഭാഗം 1/2 ഭാഗം ഗേൾസ് ആണ്. 1/2 1/3 ഭാഗം. എന്താണ് 1/3 ഭാഗം എന്ന് പറയുന്നത്? എത്രയാണ് ഫ്രാക്ഷൻ? എങ്ങനെയാണ് പറയാ? 1/3. 1/3 ഭാഗം 1/3 എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പൊ 1/2 into 1/3 ഭാഗം ഗേൾസ് എത്രയാണ് മാത്സ് ക്ലബിലുണ്ട്? എന്താണ് ആൻസർ വരിക? 1/6. അതെ, 1/6 കുട്ടികള്. ആറിൽ, ആ ക്ലാസ്സില് 6ൽ 1 ഭാഗം കുട്ടികള് എവിടെ ഉണ്ട്? മാത്സ് ക്ലബിലുണ്ട് അല്ലേ? മാത്സ് ക്ലബിലുണ്ട്. അതെ, Yes. ക്ലിയർ അല്ലേ? Yes. ഇനി ഇതിലെ 5th ക്വസ്റ്റ്യൻ നോക്കിയേ. 5th കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1/4 of 1/2 അല്ലേ? 1/4 of 1/2 എങ്ങനെ കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1/4. അതെ, വെരി ഗുഡ്. 1/4 into 1/2 is equal to 1/8. 1/8. ആ, രണ്ടാമത്തതോ? 1/2 into 1/4. 1/8. 1/8. അതെ, അതും 1/8 ആണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യോ, അതില് സെക്കൻഡും ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ടെക്സ്റ്റിന് തെറ്റിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സെക്കൻഡ് കഴിഞ്ഞാൽ 3rd 4th 5th അങ്ങനെ വരേണ്ടത്. ഇതില് സെക്കൻഡ് കഴിഞ്ഞാൽ 4 വന്നിട്ടുള്ളത് കണ്ടോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുമ്പോ 4ന് പകരം 3 എഴുതാ, 5ന് പകരം 4 എഴുതാ, 6ന് പകരം 5 എഴുതാ കേട്ടോ. അപ്പൊ നിങ്ങൾ ബാക്കി വരുന്ന 4 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. Okay. സിമ്പിൾ അല്ലേ? Simple ആണ്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ടൈംസ് ഇൻ പാർട്ട്. ഓക്കെ, എന്താണ് ടൈംസ് ഇൻ പാർട്ട് എന്ന് നോക്കാം. പറ. ഇതിന് എത്രണ്ണാണ് ഇത് ഹോംവർക്ക്? 4 എണ്ണം, അവസാനത്തെ 4 എണ്ണം കേട്ടോ. ടൈംസ് ഇൻ പാർട്ട് ടോപ്പിക് നോക്കാം. 2 liters of milk is used to fill 3 bottles of same size. 3 ഒരേപോലത്തെ ബോട്ടിലുകളില് 2 ലിറ്റർ മിൽക്ക് നിറച്ചു. A quarter of one such bottle is poured into a glass. അതിൽ ഓരോ ഭാഗം ഉണ്ടല്ലോ, ഒരു ഭാഗത്തിൽ നിന്ന് 1/4 ഭാഗം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. How much milk is in the glass? അപ്പൊ ഗ്ലാസ്സിലത്തെ പാൽ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താ ആദ്യം വേണ്ടത്? 2 ലിറ്റർ മിസ് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം, സമാധാനിക്കൂ. 2 ലിറ്റർ മിൽക്ക് ടോട്ടൽ ഉണ്ട്. ഓക്കെ, ഈ 2 ലിറ്റർ മിൽക്ക് 3 ഒരേപോലത്തെ ബോട്ടിലുകളിൽ ഫില്ലാക്കി. 3 ഒരേപോലത്തെ ബോട്ടിലുകളിൽ ഫില്ലാക്കി 2 ലിറ്റർ മിൽക്ക് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലെ ക്വാർട്ടർ ഭാഗം, ഒരു ബോട്ടിലെ ക്വാർട്ടർ ഭാഗം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. അപ്പൊ ആ ഗ്ലാസ്സിലത്തെ പാലിന്റെ അളവാണ് ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? 1/3 into 1/4. Miss, 1/3 into 1. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു ഗ്ലാസ് ഇട്ടോ, ഈ ഗ്ലാസ്സിലത്തെ പാലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. ആദ്യം നമുക്ക് എന്താണ് ഓരോ ബോട്ടിലുകളും ഈ ഓരോ ബോട്ടിലും എത്ര മിൽക്ക് ഉണ്ടാവും? 2ന്റെ 1/3 ഭാഗം ഉണ്ടാവും. 2 ലിറ്റർ മിൽക്കിന്റെ 1/3 ഭാഗമല്ലേ ഉണ്ടാവുക അല്ലേ? ഈച്ച് ബോട്ടിൽ ഹാസ് എന്താണ് ഈച്ച് ബോട്ടിൽ ഹാസ് 2 ലിറ്ററിന്റെ 1/3 പോർഷൻ ആണ് ഓരോ ബോട്ടിലും ഉണ്ടാവുക അല്ലേ? അത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് ഒരു ബോട്ടിൽ 2/3 ലിറ്റർ ആണ് ഉണ്ടാവുക. ഓക്കെ, ഓരോ ബോട്ടിലും 2/3 ലിറ്റർ കേട്ടോ. 2/3. ആ ഇനി 2/3 ലിറ്ററിന്റെ 1/4 പോർഷനും കാണണം. ഈ 2/3 ലിറ്ററിന്റെ 1/4 പോർഷൻ അപ്പൊ എന്താണ് 2/3 into 1/4. എന്താണ് 2/3 into 1/4? 3/12. 3 വരിക 2 into 1 3 ആണോ? അതെ 2/12 ലിറ്റർ മിൽക്ക് ആണ് ഇതിലുണ്ടാവുക. ഒരു കുപ്പിയില് ആ കുപ്പിയില് ഉണ്ടാവുക. ഒരു ഗ്ലാസ്സിൽ ഉണ്ടാവുക. ഈ 2/12 ഈ 2/12 നമുക്ക് ചെറുതാക്കി കൂടെ. ഇതിൽ രണ്ടിലും 2 കോമൺ അല്ലേ? 2ലും 2 ഡിവിസിബിൾ ആണ്, 12ലും 2 ഡിവിസിബിൾ ആണ്. 2ൽ എത്ര പ്രാവശ്യം 2 പോവും? 12ലോ? 4 പ്രാവശ്യം. 4 പ്രാവശ്യമോ? 6 ടൈംസ് അല്ലേ? 6 into 12. ആ അപ്പൊ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് 1/6 ലിറ്റർ എന്ന് എഴുതാട്ടോ. മനസ്സിലായോ? മനസ്സിലായി. ആദ്യം 2 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്ന ഒരു വലിയൊരു പാത്രത്തില് ആ പാത്രത്തിൽ നിന്ന് 3 ഒരേപോലത്തെ കുപ്പികളിലാക്കി. അപ്പൊ 3 ഒരേപോലത്തെ കുപ്പി എന്ന് പറയുമ്പോൾ അതിലൊരു കുപ്പി എത്ര ആയിരിക്കും? 1/3 പോർഷൻ ആയിരിക്കും. അപ്പൊ അതിൽ പാലിന്റെ അളവ് എത്ര ഉണ്ടാവും? 2 ലിറ്ററിന്റെ 1/3 ഭാഗം. 2 ലിറ്ററിന്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ലിറ്ററിന്റെ 1/3 ഭാഗം 2 into 1/3. അതാണ് നമുക്ക് 2/3 കിട്ടിയത്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബോട്ടിലിലെ കാൽ ഭാഗം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. അപ്പൊ ഈ 2/3 ലിറ്ററിന്റെ കാൽ ഭാഗം കണ്ടുപിടിക്കാൻ 1/4 പോർഷൻ കണ്ടുപിടിക്കാൻ 2/3 into 1/4 കാണണം. അതാണ് നമുക്ക് കിട്ടിയ 2/12. അപ്പൊ കാൽ ഭാഗം എന്ന് പറയുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ച ഭാഗം 2/12 ലിറ്റർ ആണ്. ഈ 2/12 നമ്മൾ ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്തതാണ്. എന്തിനാ സിംപ്ലിഫൈ ചെയ്തത്? ചെറിയ ആൻസർ ആണ് നമ്മൾ എപ്പോഴും എഴുതേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. 2ലും 2 കോമൺ ആണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 ഡിവിസിബിൾ ആണ്. ന്യൂമറേറ്ററിൽ 2ൽ ഒരു പ്രാവശ്യമാണ് 2, 12ൽ 6 പ്രാവശ്യം. അതായത് ഒരു ഗ്ലാസ്സിൽ 1/6 ലിറ്റർ മിൽക്ക് ആണ് കൊള്ളുക. ഓക്കെ മനസ്സിലായി. ഓക്കെ മിസ്. അടുത്ത പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഓക്കെ. ചെയ്യാം. 1/2 kilogram of rice is equally filled in 4 bags. അപ്പൊ ടോട്ടൽ എത്ര റൈസ് ഉണ്ട്? 1/2 kilogram അല്ലേ? filled in 4 bags. 4 ബാഗുകളിലാക്കിയിട്ട് ഫില്ല് ചെയ്തു. 4 ബാഗിൽ ഈക്വലി ഫില്ല് ചെയ്തു. ഓക്കെ, if we take 3 such bags together, how much rice do we get? അപ്പൊ 4 ബാഗുകളിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 3 ബാഗിൽ എത്ര റൈസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
അതായത് ഇതിൽ ഓരോ ബാഗ് 1/4 ഭാഗമാണ് അല്ലെ 1/4 കാരണം 4 ഈക്വൽ ഭാഗം പോർഷൻ ഹലോ വീട്ടില് വേറെ ഹലോ വീട്ടില് റിപ്പീറ്റ് ചെയ്യോ? എല്ലാരും ഒന്ന് മ്യൂട്ടാക്കി ആദ്യം മ്യൂട്ടാക്കൂ. ക്വസ്റ്റ്യൻ കൂടിയും പറയാം. 1/2 kilogram of rice is equally filled in 4 bags. 1/2 kilogram എന്ന് പറഞ്ഞാൽ എന്താ? 1/2 കിലോ അരി 4 ബാഗുകളിൽ ഒരേപോലെ തുല്യമായിട്ട് നിറച്ചു വെച്ചു. If we take 3 such bags together, how much rice do we get? ഇങ്ങനെ ഈ 4 ബാഗുകളിൽ നിന്ന് 3 ബാഗുകൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര അരി ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കാണാം? ആദ്യം 1/2ന്റെ 1/4 ഭാഗം കാണണം. 1/2 into 1/4. ആദ്യം ഒരു കവറിൽ എത്ര അരി ഉണ്ട് എന്നാണ് കാണേണ്ടത്. എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കും. മിസ് പറഞ്ഞതല്ലേ മ്യൂട്ടാക്കാന്. ഒരു കവറിൽ എത്ര അരി ഉണ്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോ 1/2 into 1/4 എന്താ? 1/8 കിലോഗ്രാം ആണ് ഒരു കവറിലുള്ള അരി. ഒരു കവറിൽ 1/8 കിലോഗ്രാം ആണ് ഒരു കവറിലുള്ള അരി. അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് എന്തിനാ ഈ 1/4 പറഞ്ഞത്? 1/4 എന്ന് വെച്ചാൽ ഭാഗത്തിന്റെ കാര്യം പറഞ്ഞത്, കിലോ അളവല്ല മിസ് ഉദ്ദേശിച്ചത് കേട്ടോ. 1/4 ഈ 1/4 ആണ് എത്ര ഭാഗം. അപ്പൊ ഓരോ കവറിലും 1/8 കിലോഗ്രാം അരി ഉണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? 3 കവറുകളിൽ എത്ര കിലോഗ്രാം അരിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 3 കവറിൽ എന്താ ചെയ്യേണ്ടത്? 3 into 1/8 ചെയ്താൽ പോരെ? 3 into 1/8 അതായത് 3/8 കിലോഗ്രാം ആണ് 3 കവറുകളിലുള്ള അരിയുടെ അളവ്. ഓക്കെ മനസ്സിലായില്ല. ഓക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം. മിസ് മനസ്സിലായിട്ടില്ല. ഒന്നും കൂടിയും പറഞ്ഞുതരാം. ടോട്ടൽ എത്ര അരിയുണ്ട്? ടോട്ടൽ എത്ര ഹാഫ് കിലോ ആണ് ടോട്ടൽ അരിയുള്ളത്. അതിനെ 4 ഈക്വൽ ബാഗുകളിലാക്കി. 4 ഈക്വൽ ബാഗുകളിലാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ബാഗിലെ അരി ആദ്യം നമുക്ക് കാണണം. വേണ്ടേ? അതിലൊരു ബാഗിലെ അരി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 ഈക്വൽ പോർഷൻ ആക്കിയതുകൊണ്ട് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ 1/2 ആണ് ടോട്ടൽ അല്ലെ? ടോട്ടൽ ഇൻറ്റു അതിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് 1/4 പോർഷൻ അല്ലേ? 4 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 1/4 ആണ്. അതറിയില്ലേ? 4 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം 1/4 ആണ്. 1/4 ഇൻറ്റു ടോട്ടൽ നമുക്ക് എന്താണ്? അരി ടോട്ടലിലൂടെ എത്രയാണ്? 1/2 ആണ്. 1/2 into 1/4 എന്താ? 1/8 കിലോഗ്രാം. അതായത് ഓരോ കവറിലും 1/8 കിലോഗ്രാം റൈസ് ഉണ്ട്. ഓക്കെ 1/8 കിലോഗ്രാം റൈസ് ഉണ്ടെങ്കിൽ പറയട്ടോ 1/8 കിലോഗ്രാം റൈസ് ഉണ്ടെങ്കിൽ 3 കവറുകളിൽ എത്ര റൈസ് ഉണ്ടെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇഫ് വി ടേക്ക് 3 such bags together, how much rice do we get? അപ്പൊ നമുക്ക് 3 ബാഗുകൾ എടുത്തതിന് എത്ര റൈസ് ഉണ്ട് കാണാൻ 3 into 1/8 ചെയ്താൽ പോരെ? ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 3/8 കിലോഗ്രാം ആണ് ആൻസർ. ഇനി ചോദിക്കേ ഡൗട്ട്. ഇപ്പൊ മാറി. മനസ്സിലായി. മിസ് ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ നിങ്ങക്ക് വേണമെങ്കിൽ ഒരു തരത്തിലും കൂടി ഇത് ചെയ്യാം. ഇപ്പൊ മിസ് ആദ്യം ഒരു ഭാഗത്തിന്റെ കണ്ടിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? 3 ഭാഗത്തിന്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4ൽ 3 ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 4ൽ 3 ഭാഗം എന്ന് പറയുന്നത് 3/4 അല്ലേ? അല്ല മക്കളെ? അപ്പൊ 3 ഭാഗത്തിന്റെ നമുക്ക് കാണേണ്ടത്. അപ്പൊ 4ൽ 3 ഭാഗം എന്ന് പറയുന്നത് 3/4 ആണ്. 3/4 ഇൻറ്റു ടോട്ടൽ എത്ര ഉണ്ട്? 1/2 കിലോഗ്രാം ഉണ്ട്. ഇങ്ങനെ ചെയ്താലും
ആൻസർ കിട്ടും ട്ടോ. രണ്ട് മെത്തേഡും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നിയത്? മിസ് അവസാനത്തത്. ആ അപ്പൊ ആദ്യത്തേതാണ് ചെയ്തവർക്ക് ആദ്യത്തെ ചെയ്യാം, രണ്ടാമത്താണ് രണ്ടാമത്തത് ചെയ്യാം ട്ടോ. ഓക്കെ. ഓക്കെ. അതിൽ നോക്കി അടുത്ത് പറയുന്നത് can you find 2/5 of 1/3 meter like this? 1/3 മീറ്ററിന്റെ 2/5 ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറ്റുമോ? Can you find can you find 2/5 of 1/3? കണ്ടുപിടിച്ചൂടെ? 2/5 of 1/3 എന്താ? 2/15. അതെ, 2/5 into 1/3 എന്ന് പറയുന്നത് 2/15. 8 അല്ല ആഡ് ചെയ്യാണ് വേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത് ട്ടോ. അതായത് ഇവിടെ നോക്കിയേ, ഇപ്പൊ മിസ് ലാസ്റ്റ് ചെയ്തില്ലേ, 3 ഭാഗങ്ങളില് 4 ഒരു സാധനത്തിന് 4 ഈക്വൽ പോർഷൻ ആക്കിയിട്ട് അതില് 3 ഭാഗങ്ങളുടെ കണ്ടതാണ് 3/4 എന്ന് പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, 2 ഭാഗങ്ങളായിരിക്കും അല്ലെ. ഒരു സാധനത്തിന് 5 പോർഷൻ ആക്കിയിട്ട് അതിൽ 2 ഭാഗങ്ങളുടെ തുകയാണ് നമ്മളിപ്പോ കണ്ടത്. ഒരു സാധനത്തിനെ 5 പോർഷൻ ആക്കി, 1 2 3 4 5. 5 2 വാല്യൂ ആണ് നമ്മൾ കണ്ടത്. അതിൽ ടോട്ടൽ ഇതിന് 1/3 ആയിരിക്കും. അതിൽ 2 കണ്ടത് 2/15 എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. മിസ് ഒന്നുകൂടി പറയേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ അതിൽ നോക്കൂ, 2/, അതെവിടെയാണ് അടുത്ത ക്വസ്റ്റ്യൻ? Now how do we find 4/5 of 2/3? 4/5 of 2/3 എങ്ങനെയാണ്? 2/3 4/5 ഭാഗം എങ്ങനെ കാണാം നമ്മള്? 4/5 into 4/5 into 2/3 is equal to 4/5 into 2/3 എന്ന് കാണാം. എത്രയാണ്? 8/50. അതെ, 8/15 ആണ്. അതെ. മനസ്സിലായോ? മനസ്സിലായി. ഇനി അതേപോലെ തന്നെ can we find 4/9 of 3/5? 2/5 അല്ല, 3/5. കണ്ടുപിടിച്ചൂടെ? 45. ന്യൂമറേറ്റർ എന്താ? 4/9 into 3/5 is equal to 4/9 into 3/5 is equal to 12/45. 12/45. അതെ, 12/45. 12/45 ചെറുതാക്കിക്കൂടെ? സിംപ്ലിഫൈ ചെയ്തൂടെ? രണ്ടിലും 3 ഡിവിസിബിൾ ആണ്. 3 ഡിവിസിബിൾ ആണ്. എന്താണ്? 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എത്ര 3 ഉണ്ട് 12ല്? 4/15. 4 ടൈംസ് ആണ് 12ല് 3 ഉള്ളത്. അപ്പൊ 4. ഇനി 45ൽ എത്ര 3 ഉണ്ട് നോക്കാം, ഡിവൈഡ് ചെയ്ത് നോക്കിയാ പോരെ? 45 divided by 3. 45 divided by 3. അതെ. 4 minus 3 1 5 15. 4/15 ആണ് ആൻസർ.
ഓക്കെ, മനസ്സിലായി. Okay. ഡൗട്ട് ഒന്നുമില്ലല്ലോ? No. ഓക്കെ, അപ്പൊ ഇത്ര എടുത്താൽ മതി കേട്ടോ. Okay. ഹോംവർക്ക് ചെയ്യാൻ മറക്കരുത്. ഹോംവർക്കൊക്കെ കിട്ടി. ഞാൻ വെറുതെ ഒരു പേപ്പറിൽ എല്ലാതും എഴുതി വെക്കീന്. എന്താണ്? ഹോംവർക്ക് എല്ലാതും കിട്ടീന്. ആ, അത് നോട്ടില് ചെയ്തിട്ട് അയക്കണം കേട്ടോ. ഓക്കെ. Okay. ഇനി നോട്ട് സെൻഡ് ചെയ്യാത്തവരെ മിസ് അടുത്ത ക്ലാസ്സിൽ ഇട്ടില്ല കേട്ടോ, ലിങ്ക് അയച്ചു തരില്ല. നോട്ട് സെൻഡ് ചെയ്യാത്തവരെ, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് സെൻഡ് ചെയ്യാത്തവരുണ്ട് ഇതില്, എൻ്റെ പേരുണ്ട്. അപ്പൊ ഇന്ന് തന്നെ രണ്ടും സെൻഡ് ചെയ്യാത്തവർ ഇന്ന് തന്നെ രണ്ടും കൂടി സെൻഡ് ചെയ്യാം. ഷെറിന മിസ്സിന് ഞാൻ ഇനി കൊടുക്കും ഇന്ന് പേര് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you, Miss. Thank you, Miss. താങ്ക് യു. ലെഫ്റ്റ് എടുക്കട്ടെ. Thank you, Miss. ആ.